ശല്യം പാർട്ട് 19. വിവി പാറുവിനോട് സൗദാമിനിയും കുടുംബവും തമ്മിലുള്ള ബന്ധവും ഭാമയ്ക്ക് വേദിനോടുള്ള അഗാധമായ പ്രണയവും അവർക്കിടയിലേക്ക് പാറു വന്നില്ലായിരുന്നുവെങ്കിൽ വേദ് ചിലപ്പോൾ ഭാമയെ ഭാര്യയായി കാണുമായിരുന്നുവെന്നും അവരുടെ വിവാഹം ചിലപ്പോൾ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നുവെന്നും വിവി പാറുവിനോടായി പറഞ്ഞു. അത് മറ്റൊന്നും വിചാരിച്ചല്ല, പാറുവിനോട് തൻ്റെ ഏട്ടന് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അവൻ അറിയണമായിരുന്നു. ഈ കാണിക്കുന്നതൊന്നുമല്ലല്ലോ, അവൾക്ക് ഉള്ളിൽ തട്ടി ഏതെങ്കിലും രീതിയിൽ ഒരു കുശുമ്പുണ്ടെങ്കിൽ അത് ഏട്ടനോട് പ്രകടിപ്പിക്കും. വിവി അത്രമാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ പണി കയ്യിൽ നിന്ന് പാളിയെന്നുള്ളത് കുഞ്ഞ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. പാറുവിന് ഇതെല്ലാം കേട്ടപ്പോൾ ഒരു കുറ്റബോധം തോന്നി. താൻ കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നം ഇല്ലാതായി. ഭാമയുടെ നിറഞ്ഞ കണ്ണുകൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നതും ഒപ്പം തന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ കാണുന്ന തന്നെ ചുട്ടരിക്കാനുള്ള അഗ്നി കൂടിയായപ്പോൾ അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചു. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന കത്തി നേരെ നമ്മുടെ പാറുവിൻ്റെ കയ്യിലേക്ക് അങ്ങ് കയറി. അവളുടെ ആ സൗണ്ട് കേട്ടോണ്ടാണ് ലത തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാറു. അവർ വെപ്രാളത്തിൽ തന്നെ പാറുവിൻ്റെ അടുത്തേക്ക് വന്നു. വിരൽ മുറിഞ്ഞ് നന്നായി ചോര പോകുന്നുണ്ട്. പെട്ടെന്ന് കഴുകി അവർ മുറിവൊന്ന് നോക്കിയപ്പോൾ അല്പം ആഴത്തിലാണ് മുറിവ്. അതുകൂടാതെ ഉച്ച സമയം കൂടി ആയതുകൊണ്ട് ബ്ലഡ് നിൽക്കാതെ ഒഴുകുന്നുണ്ട്. അവർ വെപ്രാളത്തിൽ തന്നെ അടുക്കളയിൽ നിന്ന് വിവിയെ വിളിച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവരുടെ വെപ്രാളത്തിലുള്ള വിളി കേട്ടുകൊണ്ട് വേദാണ് താഴേക്ക് വന്നത്. വേദ് വെപ്രാളത്തിൽ നിന്ന് കാര്യം അന്വേഷിച്ചു. കൈയും മുറിഞ്ഞ് നിറകണ്ണുകളോടെ നിൽക്കുന്ന പാറുവിനെ കണ്ട് അവൻ ഇപ്പോൾ എന്ത് പറ്റി, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നീ പോയി ഇപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ, ഞാൻ അവളുടെ മുറിവൊന്ന് ഡ്രസ് ചെയ്യട്ടെ, ലത വേദിനോടായി പറഞ്ഞു. അമ്മ പേടിക്കണ്ട, ഞാൻ ചെയ്തു കൊടുത്തോളാം. അവൻ പാറുവിൻ്റെ മുറിഞ്ഞ ഭാഗം അമർത്തി പിടിച്ചുകൊണ്ട് അവളുമായി അവൻ്റെ റൂമിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറുമ്പോഴും അവൻ്റെ നോട്ടം പാറുവിൽ തന്നെയായിരുന്നു. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ തൻ്റെ പിന്നാലെ നടന്നു വരുന്നു. അവൻ അവളെ തൻ്റെ റൂമിലെത്തിയതും ബെഡിലേക്കിരുത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ കയ്യിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം ഒന്ന് തുടച്ചു മാറ്റി. അതിനുശേഷം ഡെറ്റോൾ എടുത്ത് കൈ വൃത്തിയായി എരിവ് വലിച്ചുകൊണ്ട് അവൾ തൻ്റെ കൈ പിന്നോട്ട് വലിച്ചതും, മുറിവ് ആഴത്തില, നീ ഇങ്ങനെ കൈ വലിച്ചാലോ, ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ. അവൻ ഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ അവളോട് മുഖത്തേക്ക് നോക്കി. അവൾ ഒരു നോട്ടം പോലും തന്നെ നോക്കുന്നില്ല. അതുകൂടാതെ മുഖത്ത് എന്തോ വല്ലാത്തൊരു കടുപ്പം. ഇതൊരു പുതിയ ഭാവം കണ്ട് അവൻ ഒന്ന് അമ്പരന്നു. ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്നായി അവൻ്റെ സംശയം. അവൻ ഒരു കുശലാന്വേഷണം പോലെ, ഇതിപ്പോൾ എങ്ങനെ മുറിഞ്ഞു? നേരത്തെ ചോദിച്ചപ്പോഴും അമ്മയോ നീയോ മറുപടി തന്നില്ലല്ലോ. അത് കത്തി അറിയാതെ കയ്യിലേക്ക് കയറി. അതെന്താ കത്തി അറിയാതെ നടന്നു വന്ന് നിൻ്റെ കയ്യിൽ കയറിയോ? നീ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നതാ? ഏയ്, ഞാനൊന്നും ആലോചിച്ചില്ല. ഉറപ്പാണോ? ഉറപ്പ്. എൻ്റെ പാറൂസേ, നീ ഒരു കാര്യം ആലോചിക്കണം. നീ ആരുടെ മുന്നിലിരുന്ന ഈ കള്ളം പറയുന്നതെന്ന്? ഞാൻ എന്തായാലും ഒരു പോലീസുകാരനല്ലേ. നീ പറയുന്ന കള്ളം പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാകും. കാരണം 100 കണക്കിന് കള്ളന്മാരും കുറ്റവാളികളും ഒരു ദിവസം കാണുന്നവനാ ഞാൻ. അന്നേരം നിൻ്റെ ഈ നിസ്സാരമായ കുഞ്ഞു കള്ളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഞാൻ എന്തൊരു പോലീസുകാരനാ? അവൻ അവളുടെ മുറിവ് കെട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു. അതിനുശേഷം അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും പാറുവിൻ്റെ കയ്യിൽ വേദ് കയറി പിടിച്ചു. അവൾ എന്തെന്നർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. നീ എന്താ എന്നോടൊന്നും മിണ്ടിയേ? എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഇങ്ങനെ പോന്ന്? ഏയ്, ഒന്നുമില്ല. ഉറപ്പാ? അവൻ അവളുടെ കൈ വിട്ട് അവളെ മുഖത്തിന് നേരെ പിടിച്ചു നിർത്തി. അവൾ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. പാറു, അവൻ അല്പം ഗൗരവത്തിൽ വിളിച്ചു. നീ എൻ്റെ മുഖത്തേക്ക് നോക്കി കാര്യം പറയുന്നുണ്ടോ? ദേഷ്യത്തിൽ തന്നെ പറഞ്ഞതും അവൾ പതിയെ കണ്ണുയർത്തി ഒന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന വേദിനെ കണ്ടതും വേദ് അവളുടെ മുഖത്തേക്ക് നോക്കിയതും നിറഞ്ഞ് തുളുമ്പി
നിൽക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ട് പാറു. അവൻ വെപ്രാളത്തിൽ അവളെ വിളിച്ച് അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ വീണ്ടും പുറകിലേക്ക് നടന്നു. അവൻ ഒന്ന് നിന്നു. പാറു, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. അവൾ വീണ്ടും അവിടെ നിന്നും പോകാനൊരുങ്ങിയതും പാറു, നീ പറയുന്നുണ്ടോ എന്താ പറ്റിയെന്ന്? ഏയ് ഒന്നുമില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ച് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പാറു അല്പം ബലത്തിൽ തന്നെ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ ഊർന്നെടുത്തുകൊണ്ട് ഒന്നും പറയാതെ തന്നെ തിരിഞ്ഞ് തൻ്റെ റൂമിൽ കയറി ഡോർ വലിച്ചടച്ച് ഡോറിൽ ചാരി നിന്ന് കരയാൻ തുടങ്ങി. ഇത്രയും നേരം താൻ പിടിച്ചു വെച്ചിരുന്ന സങ്കടമെല്ലാം അണ പൊട്ടി ഒഴുകി അവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ച് കരഞ്ഞ് തളർന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഭാമ തന്നെ നോക്കി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. വിവി തന്നോട് അവരുമായുള്ള ബന്ധങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴും താൻ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. താൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേദ് ഭാമയെ കല്യാണം കഴിക്കുമായിരിക്കും. താനാണ് അവർക്കിടയിൽ ഒരു വിലങ്ങായി വന്നത്. അപ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയ ഭാമ അതീവ ദേഷ്യത്തിൽ തന്നെ ലക്ഷ്യം വെച്ച് വരുന്നത്. തൻ്റെ ഉള്ളാകെ ഒന്ന് പിടച്ചു. താൻ എങ്ങോട്ട് പോകണം? താൻ തിരിഞ്ഞു നോക്കി. ആരും തന്നെ ഹാളിലില്ല. അവൾ അപ്പോഴേക്കും തൻ്റെ അടുത്തേക്ക് വന്നു. നീ വേദിൻ്റെ ഭാര്യയാണ് അല്ലേ? അപ്പോൾ ഞാൻ ആരാ? അവൾ അതീവ ദേഷ്യത്തിൽ ഉച്ചത്തിൽ അവളോടായി ചോദിച്ചു. 2 ദിവസം മുൻപല്ലേ നിന്റെ കഴുത്തിൽ വേദ് താലി കെട്ടിയത്? താലി പോലും കെട്ടാതെ ഞാനും വേദും ഭാര്യയും ഭർത്താവും തന്നെയായാണ് ജീവിക്കുന്നത്. നിനക്ക് വിശ്വാസമായില്ല അല്ലേ? ഇതാ ഇങ്ങോട്ട് നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഭാമ തൻ്റെ കയ്യിലിരുന്ന ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് വേദുമായി നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് അവളെ കാട്ടി. അത് പല പല ഭാവങ്ങളിൽ അവളെ കെട്ടിപ്പിടിച്ചും വേദിൻ്റെ നെഞ്ചോരം തല വെച്ച് ചായ്ഞ്ഞു കിടക്കുന്ന ഭാമ അങ്ങനെ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള പല ഫോട്ടോകളും അവൾ ഒരു നാണവുമില്ലാതെ തൻ്റെ മുന്നിലേക്ക് കാട്ടി. ഇതെല്ലാം കണ്ട് തകർന്നു പോയിരുന്നു. തൻ്റെ തലയിൽ മുറുകി പിടിച്ച് അവൾ വാവിട്ട് കരഞ്ഞ് എപ്പോഴോ ആ നിലത്ത് കിടന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. ഏറെ സമയത്തിന് ശേഷമാണ് ലത ഫുഡ് കഴിക്കാനായി പാറുവിൻ്റെ വാതിൽ വന്ന് മുട്ടാൻ തുടങ്ങി. പാറു പെട്ടെന്ന് തന്നെ പിടഞ്ഞെഴുന്നേറ്റ് വാതിൽ തുറന്നു. മുഖമെല്ലാം വീർത്ത് കരഞ്ഞ് കണ്ണിൻ പോള വരെ വീർത്ത് നിൽക്കുന്നു. എന്താ മോളെ? അവർ അല്പം വെപ്രാളം കലർന്ന രീതിയിൽ അവളോടായി ചോദിച്ചു. ഏയ് ഒന്നുമില്ലമ്മ, എനിക്ക് ചെറിയൊരു തലവേദന കൊണ്ട് ഞാനിവിടെ കിടന്നു ഒന്നുറങ്ങിപ്പോയി, അത്രയേ ഉള്ളൂ. മോള് വാ, അല്പം ആഹാരം കഴിച്ച് ടാബ്ലറ്റും കഴിച്ച് കുറച്ചു നേരം കിടന്നാൽ ഇതൊക്കെ അങ്ങ് മാറും. ഏയ് വേണ്ടാമ്മ, എനിക്ക് ഒന്നും വേണ്ട, കുറച്ച് നേരം കൂടി എനിക്ക് കിടക്കണം. അത്രയും പറഞ്ഞത് പിന്നീട് അവളെ ബുദ്ധിമുട്ടിക്കാനായി ലത അവിടെ നിന്നില്ല. ലത പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്നതും വിവിയും വേദും ഡൈനിങ് ഏരിയയിൽ ഇരിപ്പുണ്ട്. അവരുടെ പിന്നാലെ പാറുവിനെ കാണാത്തത് കൊണ്ട് വിവി, പാറു എവിടെയമ്മേ? അവൾക്ക് വല്ലാത്ത തലവേദനയെന്ന് മോളനെ, അതുകൊണ്ട് ഞാൻ അവളോട് കിടന്നോളാൻ പറഞ്ഞു. അല്ലമ്മ, അവളൊന്നും കഴിക്കാതെ. സാരമില്ലടാ, ഞാനൊരു ജ്യൂസ് അടിച്ച് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. അവർ അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്കും വേദ് തൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് തന്നെ കഴിച്ച് എഴുന്നേറ്റു. കൈ കഴുകി തിരിഞ്ഞപ്പോഴാണ് ലത ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി സ്റ്റെപ്പിന് നേരെ നടക്കുന്നത് കണ്ട് അമ്മ വേദ് അവരെ വിളിച്ചതും അവർ അവിടെ നിന്ന് എന്താ? അല്ല, ഇത് പാറുവിനുള്ളതല്ലേ? അതെ എന്നർത്ഥത്തിൽ അവർ തലയാട്ടി. എങ്കിൽ ഇങ്ങത്താ, ഞാൻ അങ്ങോട്ടാ പോകുന്നത്, ഞാൻ കൊടുത്തേക്കാം. അവൻ അവരുടെ കയ്യിൽ നിന്നും ജ്യൂസും വാങ്ങി നേരെ പാറുവിൻ്റെ റൂമിലേക്ക് വിട്ടു. പാറുവിൻ്റെ റൂമിൻ്റെ ഡോർ അല്പം തുറന്നു കിടക്കുമായിരുന്നു. അവൾ ബെഡിലിരുന്ന് കരഞ്ഞ് തൻ്റെ കണ്ണീർ വാർക്കുകയായിരുന്നു. ഒപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ മെല്ലെ ഡോർ തുറന്നു. ജ്യൂസ് കൊണ്ടുവന്ന് അവൾക്ക് തൊട്ടടുത്തുള്ള ടേബിളിൽ വെച്ചതും അതിൻ്റെ ശബ്ദം കേട്ട് തൻ്റെ പിന്നിൽ നിൽക്കുന്നവൻ്റെ ആ ഗന്ധം അവളിലേക്ക് അടിച്ചതും അവൾക്ക് ആരാണെന്ന് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണുകൾ ഇറുകിപ്പൂട്ടി കണ്ണീർ തുടച്ചു മാറ്റി ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കി. അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, തലവേദനയൊന്നുമല്ല കാര്യം, ഇവളെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട്. എന്തായാലും പെണ്ണായി എന്നോട് പറയില്ല. അവളെ ഒന്ന് വരട്ടിയാൽ ചിലപ്പോൾ സത്യം പറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വരട്ടെ, അവളോട് ഒന്നുകൂടി മാന്യമായി ഒന്ന് ചോദിച്ചു നോക്കാം. വേദ് തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി. കുടി ജ്യൂസ്. വേണ്ട.
എനിക്കിപ്പോൾ ഒന്നും വേണ്ട. കുടിയടി. അവൻ അല്പം ശബ്ദമുയർത്തി പറഞ്ഞത് പെട്ടെന്ന് തന്നെ പാറു അവൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിക്കുടിച്ചു. ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് അവളുടെ മുന്നിലേക്ക് കൈയും കെട്ടി ഒന്ന് മൂളിക്കൊണ്ട്, ഇനി പറ, നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താ? ഏയ് ഒന്നുമില്ല പാറു, ഞാൻ സമാധാനത്തെ മാന്യമായ രീതിയിൽ തന്നെ നിന്നോട് ചോദിക്കുന്നത്. മാന്യമായ രീതിയിൽ എന്നോട് മറുപടി പറഞ്ഞാൽ ഞാൻ ദേഷിക്കാനുള്ള ഇടയുണ്ടാകില്ല. ഏയ് ഒന്നുമില്ല സാർ. സാർ ചോദിക്കുന്നത് പോലെ എന്നെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ എൻ്റെ ജീവിതത്തിലില്ല. അപ്പോഴാണ് വേദ് ശ്രദ്ധിച്ചത്, ഇന്നലെ വരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ അവൾ തന്നെ വേദ് ഏട്ടാ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോഴെന്താ പെട്ടെന്ന് ഒരു സാർ വിളിയിലേക്ക് മാറിയത്? ആ ഒരു വാക്കിൽ തന്നെ അവൻ കുടുങ്ങിക്കിടന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ മൈൻഡ് ഒന്ന് മാറി. അവൻ അല്പം ഗൗരവത്തിൽ പാറുവിൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന്, പാറു, നിന്നെ അലട്ടുന്ന പ്രശ്നം ഇന്നലെയോ ഇന്നോ ഉണ്ടായില്ല, കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാ നിൻ്റെ ഈ മാറ്റം. അതിന് കാരണം ഭാമയോ സൗദാമിനി അപ്പച്ചിയോ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് മോള് മര്യാദയ്ക്ക് കാര്യം പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും നെക്സ്റ്റ് പാർട്ടിലറിയാം വേദിനോട് പാറു സത്യം പറയുമോ, ഭാമ കാണിച്ച ഫോട്ടോസൊക്കെ സത്യമാണോ, അതോ അവൾക്ക് വേദിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന്. എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.